കുറച്ചു കാലമായി നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യ ശ്രമത്തിൽ തന്നെ അത് ഫ്ലോപ്പായിട്ടുണ്ടാകും. നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു. അതല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ട് നിങ്ങളത് തുടങ്ങിയിട്ടില്ല, സ്റ്റോപ്പ് ചെയ്തു. രണ്ടായാലും പൊതുവായ കാര്യം ഒന്നാണ്, സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളൊരു കാരണവും കണ്ടെത്തിയിട്ടുണ്ടാകും. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് അറിയാമോ? ആ റീസൺ മിക്കവാറും ഒരു നുണയായിരിക്കും. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാനൊരു സൊല്യൂഷൻ പറയാം, ഇപ്പോൾ ഇവിടെ. ഹായ്, ഞാൻ മനോജ്. ബിയോണ്ട് 180 ഡിഗ്രി എന്ന എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിടത്താണോ ശരിക്കും നിങ്ങളുടെ ലിമിറ്റ്? നിങ്ങളുടെ ചുറ്റുമുള്ള എത്രയോ ആളുകൾ അവിശ്വസനീയമായ പല വിജയങ്ങളും നേടിയിട്ടില്ലേ? നിങ്ങൾ സ്റ്റോപ്പാകാൻ നിങ്ങൾ കണ്ടെത്തിയ കാരണം അത് യാഥാർത്ഥ്യമാണോ? അതോ കംഫർട്ട് സോൺ എന്ന സേഫ് വേർഡിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭയമാണോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോഗ്രസ്സും തരാത്ത, നിങ്ങൾക്കൊഴികെ മറ്റെല്ലാവർക്കും സ്വീകാര്യമായ നിങ്ങളുടെ ആ ഒരു തീരുമാനമാണ്? അതെ, അതുതന്നെയാണ് നിങ്ങളുടെ ഡിസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു കാരണവും കണ്ടെത്തിയിട്ടുണ്ടാകും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ ബ്രെയിൻ എടുക്കുന്ന ഒരു ഫേക്ക് ലോജിക്കാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഒരിക്കലും ലോജിക്ക് ഉപയോഗിക്കാറില്ല. എന്നാൽ തീരുമാനമെടുത്ത് കഴിഞ്ഞ് അത് ന്യായീകരിക്കാനായി ഒരുപാട് ലോജിക്കുകൾ ഉണ്ടാകും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ സെൽഫ് അവെയർനെസ് കുറയ്ക്കും. അതുകൊണ്ട് മാറ്റം വരേണ്ടടുത്ത് പോലും ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മളുടെ തീരുമാനങ്ങളാണ്, നമ്മളുടെ ഡിസിഷൻ. എന്നാൽ ഡിസിഷൻ മാറിയാൽ മാത്രം എല്ലാം ശരിയാകുമോ? ഇല്ല. അടിസ്ഥാനമില്ലാത്ത തീരുമാനങ്ങൾ സംശയങ്ങൾ കൂട്ടും. അതെ, നമ്മുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഒരു അടിസ്ഥാനമുണ്ട്, ഒരു ബേസ് ഉണ്ട്. അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, നമ്മളുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ പതിയെ പതിയെ ഉണ്ടാക്കിയെടുത്തതാണ്. ചോദ്യം അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അതിന് ആദ്യം ആ ബേസ് ഉണ്ടാക്കിയ ആ മെറ്റീരിയലുകളും അതിൻ്റെ കോമ്പോസിഷനും അറിയണം. ഭയം, അഭിമാനം, സേഫ്റ്റി, പണം, കംഫർട്ട് തുടങ്ങി നമ്മളുടെ ഓരോ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും നമ്മളൊരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിലെ ഒരു ഇൻവിസിബിൾ സ്കെയിലിൽ ഇതെല്ലാം അളന്നെടുത്ത് ഉപയോഗിച്ച് സ്ട്രോങ് ആയിട്ടാണ് ആ ഡിസിഷൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും അത് കൂടുതൽ സ്ട്രോങ് ആവും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മനസ്സിൻ്റെ ആ സ്കെയിൽ ശരിയായ രീതിയിലല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഭയം കാരണം സേഫ്റ്റി തിരഞ്ഞെടുക്കും, അഭിമാനം വിട്ടുകളയും. ചിലപ്പോൾ പണം തിരഞ്ഞെടുക്കും, കടമകൾ മറക്കും. വ്യായാമം ചെയ്യാൻ താല്പര്യമില്ല, അതിരാവിലെ എണീക്കാനുള്ള പ്രശ്നമാണ്. എന്നാൽ കൊളസ്ട്രോൾ കൂടി വയ്യാതാകുമ്പോൾ മെഡിക്കൽ കോളേജിൽ അതിരാവിലെ പോയി 3 മണിക്കൂർ വരി നിന്ന് ആ ഒരു ദിവസം മൊത്തം കളഞ്ഞ് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് രോഗിയായി കഴിയുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അമ്മാവൻ്റെ മകൻ്റെ കല്യാണം, അഭിമാനം നോക്കി അമ്മാവൻ്റെ മകന് 10,000 രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ കടം മേടിച്ചിട്ടായാലും ചെയ്യും. എന്നാൽ പിന്നീട് കടം കൂടി 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 മറ്റുള്ളവരോട് കടം വാങ്ങിയും പലിശ കൊടുത്തും അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള അപമാനങ്ങൾ സഹിക്കുമ്പോൾ ഈ പഴയ അഭിമാനം മറന്നു കളയും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എന്താണോ വാല്യൂ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഡിസിഷൻ്റെ ബേസ് നിർമ്മിച്ചിരിക്കുന്ന കോർ മെറ്റീരിയൽ. എന്നാൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ഭയമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ആവശ്യത്തിലധികം പണം ഉണ്ടായിട്ടാണോ? അല്ല, അവരുടെ ബേസ് വ്യത്യസ്തമാണ്. എന്താണ് ഡിഫറൻസ്? ധൈര്യമാണ്, സൂപ്പർ പവറുകളാണ്, അല്ലെങ്കിൽ സ്കില്ലാണ്? അല്ല, ഡിഫറൻസ് പെർസ്പെക്റ്റീവാണ്. ഡിഫറൻസ് അവരുടെ ആംഗിളാണ്. അവർ കാര്യങ്ങളെ, സാഹചര്യങ്ങളെ കാണുന്നതും പഠിക്കുന്നതും നമ്മൾ കാണുന്ന ആംഗിളിലല്ല. അവരുടെ ആംഗിൾ വ്യത്യസ്തമാണ്. ഒരു മാറ്റം വേണമെങ്കിൽ നമ്മളുടെ ആംഗിൾ മാറണം, പെർസ്പെക്റ്റീവ് മാറണം. മാറിയാൽ ഡിസിഷൻ മാറും, ആക്ഷൻ മാറും, എവറിത്തിങ് മാറും. ഞാനൊരു ഉദാഹരണത്തിന് ഒരേ വിഷയത്തിൽ 2 പേരുടെ വ്യത്യസ്ത ആംഗിളുകൾ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ യൂട്യൂബിലെ തന്നെ അഭിയുഗം എന്ന ചാനൽ. അന്യഗ്രഹ ജീവികളുമായി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ചാനലാണ് അഭിയുഗം. ഒരിക്കൽ ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ വേസ് പോലെയുള്ള ഒരു പ്രത്യേകതരം പാത്രങ്ങളെപ്പറ്റി അഭിയുഗം എന്ന ചാനലിൽ ഒരു വീഡിയോ വന്നു. അകത്തും പുറത്തും ഒരേ ഫിനിഷിങ്ങിലുള്ള ഈ പാത്രത്തിൻ്റെ എല്ലാ വശവും ഒരേ കനത്തിലുള്ള, 1ഉം 2ഉമല്ല, വ്യത്യസ്തമായ 30,000-ലധികം പാത്രങ്ങളെ പറ്റിയാണ് അതിൽ പറയുന്നത്. പുരാതനമായ ആ കാലത്ത് ഇത്രയും പെർഫെക്ഷനോട് കൂടി അങ്ങനെ ഒരു പാത്രം നിർമ്മിക്കാൻ നമ്മളുടെ മനുഷ്യന് ഒരിക്കലും കഴിയില്ല എന്നാണ് ആ ചാനൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏലിയൻസ് നിർമ്മിച്ചതായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വീഡിയോ നമ്മൾ ഒരിക്കൽ കണ്ടാൽ നമ്മൾ വിശ്വസിച്ചു പോകും, തികച്ചും ഏലിയൻസ് തന്നെയാണ് ആ പാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. നമുക്കതിൽ മറ്റൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ദിവസങ്ങൾക്കകം
JR സ്റ്റുഡിയോസ് എന്നൊരു ചാനലിൽ നിന്ന് ഒരു വീഡിയോ വരുന്നു. വിഷയം ഇതേ ഏലിയൻ പോഡ്സ്. എങ്ങനെ ഇത്രയും കൃത്യമായി ഇതേ പോഡ്സ് മനുഷ്യൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു വിവരണം. ശാസ്ത്രീയമായി യുക്തി ഉപയോഗിച്ച് അത് നമുക്ക് മനസ്സിലാക്കി തരും എങ്ങനെയാണ് മനുഷ്യൻ ആ പാത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. JR സയൻസിനാണ് പ്രയോറിറ്റി കൊടുത്തത്. അഭ്യൂഹം ഏലിയൻ തിയറിക്കാണ് വാല്യൂ കൊടുത്തത്. ഇതാണ് ശരി, അത് തെറ്റാണ് എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും വ്യത്യസ്തമായി ഒരേ വിഷയത്തിൽ രണ്ടു പേരുടെ ആംഗിൾ എങ്ങനെ വർക്കാകുന്നു എന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ 2 വീഡിയോസും കാണണം. എന്നിട്ട് നിങ്ങളുടെ ആംഗിൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളൊരു ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിച്ചിട്ടും ഇതുവരേക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം റീസ്റ്റാർട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വയം ചോദിക്കൂ, നിങ്ങളുടെ ആംഗിൾ ശരിയാണോ? ആംഗിൾ ചേഞ്ച് ആകാത്തിടത്തോളം ഒന്നും മാറില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിയോണ്ട് 180യുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.